എത്ര ശ്രമിച്ചിട്ടും താടിയും മീശയും വളരാത്തൊരു വ്യക്തിയാണോ നിങ്ങൾ? പല മരുന്നുകളും ഉപയോഗിച്ച് നിരാശപ്പെട്ട ഒരാളാണോ? എല്ലാ മെഡിസിൻസിലും വിശ്വാസം നഷ്ടപ്പെട്ട ഒരാളാണോ? മുടികൊഴിച്ചിലായിട്ട് ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നിങ്ങൾ ചെയ്ത് കാണുമായിരിക്കും. എല്ലാ ട്രീറ്റ്മെന്റിലും പരാജയം മാത്രമാണോ? ഫ്രണ്ട്സിന്റെ ഇടയിലും ഫാമിലിയുടെ ഇടയിലും പലപ്പോഴും കളിയാക്കലുകൾ, അപോഷബോധം അലട്ടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഒന്നുകൂടി ടെൻഷൻ വേണ്ട, കംപ്ലീറ്റ് സൊല്യൂഷൻ കേശാമൃതത്തിലുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു. ഒരുപാട് പേര് റിക്വസ്റ്റ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ. കാരണം മുടികൊഴിച്ചിലായിട്ട് ഒരുപാട് ആളുകൾ ദിവസം പ്രതി ബുദ്ധിമുട്ട് വരുവാണ്. ചെറുപ്പക്കാർക്ക് വരെ, തീരെ 19 വയസ്സുള്ള ചെറുപ്പക്കാർക്ക് വരെ ഇപ്പം മുടി തീരെ കഷണ്ടിയിലേക്ക് വരെ പോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. നരയ്ക്ക് വരെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുടി തീരെ ഇല്ലാതെ വരുമ്പോൾ അത് മുടി ഇല്ലാത്തവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മാത്രം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പുറമേ നോക്കുന്നവർക്ക് അതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് പലർക്കും അറിയത്തില്ല. കാരണം പേഴ്സണലി അല്ലാതെയും ഒരുപാട് ഫോൺ കോൾ ദിവസം പ്രതി എനിക്ക് വരുന്നുണ്ട്. പലരും എന്നെ വിളിച്ചു, സാറേ മുടി കൊഴിച്ചിൽ കാരണം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. വിവാഹാലോചന പോലും, എൻഗേജ്മെന്റ് പോലും പലപ്പോഴും ഈ ഒരു റീസൺ കൊണ്ട് തന്നെ മുടങ്ങിപ്പോകുന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പം സമപ്രായക്കാർ പോലും, എന്നെക്കാൾ പ്രായം കുറഞ്ഞവർ പോലും എന്നെ അങ്കിളേന്ന് വിളിക്കുന്നു. അങ്ങനെയൊക്കെ വിളിച്ച് പലരും പരിഹസിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ താടിയും മീശയും എത്ര ശ്രമിച്ചിട്ട് പല മരുന്നുകൾ ഉപയോഗിച്ച് മടുത്തവരാണ് കൂടുതലും ഭൂരിഭാഗം ആളുകൾ ഞങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. പല മരുന്നുകളും ട്രീറ്റ്മെന്റ് എന്നെ വിളിച്ചിട്ടുണ്ട്. സാറേ, ഞാൻ ഒരുപാട് മെഡിസിൻസ് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ കണ്ടിട്ട്, സോഷ്യൽ മീഡിയ കണ്ട്, ഇൻസ്റ്റാഗ്രാം വഴി, ഓൺലൈൻ വഴിയൊക്കെ ഒരുപാട് മെഡിസിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പലപ്പോഴായിട്ട് ഒന്നും റിസൾട്ട് കിട്ടുന്നില്ല. പൈസ പോയതും സമയം പോയതും അല്ലാതെ നഷ്ടമല്ലാതെ ഒന്നിലും റിസൾട്ട് കിട്ടുന്ന എല്ലാ മെഡിസിനുകളും വിശ്വാസം നഷ്ടപ്പെട്ടു പോയെന്ന് പലരും എന്നെ വിളിച്ചു പറയാൻ. ഇവിടെ വന്ന് റിസൾട്ട് വാങ്ങിക്കുന്ന ഒരുപാട് ആളുകൾ ഏറ്റവും കുറഞ്ഞ 3-6 മാസം കൊണ്ടാണ് കേശാമൃത ട്രീറ്റ്മെന്റ് വഴി റിസൾട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ പലപ്പോഴും എല്ലാവരും ഞങ്ങളോട് പറയാൻ, സാറേ ഞങ്ങൾക്ക് കേശാമൃതയിൽ റിസൾട്ട് കിട്ടിയത് കൊണ്ടും മാത്രമല്ല, ഇന്നും ഒരുപാട് ആളുകൾ ഇതേ പ്രോബ്ലംസ് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ് മെയിനായിട്ടും ചെയ്യാമെന്ന് ആലോചിച്ചത്. എന്താണ് FR-HRT ട്രീറ്റ്മെന്റ്, എന്താണ് കേശാമൃതയിലെ പ്രത്യേകതകൾ, എന്താണ്, എങ്ങനെയാണ് റേറ്റ് വരുന്നത്, എത്ര മാസം ട്രീറ്റ്മെന്റ് വരും, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇതിന്റെ പാർട്ട് 1, പാർട്ട് 2 വീഡിയോസുകൾ കാണാത്ത ആളുകളാണ് ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരാണെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ദയവ് ചെയ്ത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കേശാമൃതയിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് മണി ബാക്ക് പ്രോഡക്റ്റ് ആണ് കേശാമൃതയിൽ. ഏകദേശം ഇന്ത്യയിൽ നമ്മളാണ് ആദ്യമായിട്ട് മണി ബാക്ക് പോളിസി എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇന്ത്യയിലെ തന്നെ 100-ലധികം ആളുകൾ ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റിൽ കൊണ്ടുവന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേശാമൃതയിൽ. അല്ലാതെ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ സെയിം മെത്തേഡ് അല്ല, ഒരിക്കലും പ്രീമെയ്ഡ് മെഡിസിൻസ് അല്ല കേശാമൃതയിൽ. എന്തുകൊണ്ട് ഞാൻ പറയണമെന്നുള്ള ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല മാർക്കറ്റിൽ കിട്ടുന്ന കൂടുതൽ വിപണിയിൽ വരുന്ന പ്രോഡക്റ്റുകൾ കൂടുതലും പ്രീമെയ്ഡ് മെഡിസിൻസ് ആണ്. എന്തുകൊണ്ട് കടയിൽ പോയി മിഠായി വാങ്ങുന്ന പോലെ വാങ്ങാൻ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിയെങ്കിൽ അതേ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും ആയിരക്കണക്കിന് ആളുകൾ വാങ്ങിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ സ്കിൻ അല്ല മറ്റൊരാൾക്ക്, നിങ്ങളുടെ ജനറ്റിക്സ് അല്ല മറ്റൊരാൾക്ക്, നിങ്ങളുടെ ഹോർമോൺസും അല്ല മറ്റൊരാൾക്ക്. പലർക്കും പല ഡിഫറൻസ് ഉണ്ട്. മെഡിക്കൽ റിയാക്ഷൻസ് വരാം, ജനറ്റിക്സ് വരാം, ഹോർമോൺ വ്യത്യാസം കൊണ്ട് വിയേഡ് വളരാം, അതുപോലെ മുടി കൊഴിച്ചിലുണ്ടാകും. ഈ എന്തുകൊണ്ടാണ് വിയേഡ് അഥവാ മുടി കൊഴിച്ചിലുണ്ടാകുന്ന കാരണം കൃത്യമായിട്ട് കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് കേശാമൃതയിൽ വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇന്നും ഇന്നലെ വന്ന സ്ഥാപനമല്ല, 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. FR-HRT ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് റീആക്ടിവേഷൻ തെറാപ്പി എന്നാണ്. അതായത് റൂട്ട് ഡെഡ് ആയി പോയി കിടക്കുന്ന അവസ്ഥയിൽ ഫോളിക്സിനെ നമ്മൾ റീആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതായത് റൂട്ട് ഡെഡ് ആയി പോയിരിക്കുന്ന, മലയാളത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ റീജിനേറ്റ് ചെയ്യുക, അതാ പുനർജീവിച്ചെടുക്കുക എന്ന് പറയും. ഇന്ത്യയിൽ തന്നെ എന്നല്ല, വേൾഡിൽ പോലും ഈ ട്രീറ്റ്മെന്റ് മറ്റാരും, ഒരു കമ്പനിയോ ഒരു സ്ഥാപനവും ചെയ്യുന്നില്ല. ഇന്ത്യയിലെ തന്നെ സെലിബ്രിറ്റീസ്, ഡോക്ടർമാര് എല്ലാവരും വർഷങ്ങളായിട്ട് ട്രസ്റ്റോടെ, വിശ്വാസത്തോടെ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻസ് കൂടിയാണ്. നമുക്ക് ഇന്ത്യക്ക് അകത്തും പുറത്തും ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട്. സെലിബ്രിറ്റീസ് അടക്കം ഒരുപാട് കസ്റ്റമേഴ്സ് വർഷങ്ങളായിട്ടുള്ളതാണ്. ഈ വീഡിയോസ് ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ലൈക്ക് കിട്ടാനോ സബ്സ്ക്രൈബേഴ്സ് കിട്ടാനോ ഷെയർ കിട്ടാനോ ഒന്നിനുമല്ല, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. സത്യസന്ധമായിട്ട് ഇനിയും ഒരുപാട് ആളുകൾ മനസ്സിലാക്കണം. അതായത് ഫേക്ക് എന്താണ്, വ്യാജമായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ്, അതായത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് തെറ്റിദ്ധരിപ്പിക്കണം. പെയ്ഡ് പ്രൊമോഷൻ വീഡിയോസുകൾ കണ്ട് ഒരുപാട് സാധാരണക്കാർ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങി അവരുടെ സമയവും പൈസയും എല്ലാം പോയിട്ടുണ്ട്. അങ്ങനെയുള്ള അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ആലോചിച്ചത്. അതിൽ നമ്മൾ സത്യസന്ധമായിട്ട് എന്താണ് ഇതിന്റെ ഈ മാർക്കറ്റിൽ നടക്കുന്നത്, എന്താണ് സ്ട്രാറ്റജി, എന്താണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പ്രോഡക്റ്റ് ബുക്ക് ചെയ്താൽ മതി. ഇതിന്റെ റേറ്റ് കാര്യങ്ങളും അതും കൂടെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞ ലോകത്തിലെ 2ാമത്തെ സെർച്ച് എഞ്ചിനാണ് യൂട്യൂബിൽ തന്നെ നമ്മൾ ബിയർഡ് ഓയിലിനെ പറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ബിയർഡ് ഓയിലിനെ പറ്റി സെർച്ച് ചെയ്താലും
ഒരുപാട് വീഡിയോസുകൾ നിരന്തരം വരുന്നുണ്ട്. ഇതിനകത്ത് ഏതാണ് ജെന്യൂൻ, ഏതാണ് ഒറിജിനൽ എന്ന് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെപ്പറ്റി അറിവുള്ള ഒരാളെ, ഒരു ഡോക്ടറോ ഒന്നും അല്ല ഈ ബിയർഡ് ഓയിലിനെ പറ്റി, ഹെയർ ഓയിലിനെ പറ്റി ഒന്നും വീഡിയോസ് ഇട്ടുന്നത്. അവര് പൈസ വാങ്ങി പെയ്ഡ് പ്രൊമോഷൻസ് അവരവരുടെ ജോലി ചെയ്യുന്നു. ഇത് നമ്മൾ ആദ്യം അതിന്റെ വാസ്തവം എന്താണെന്ന് നമ്മളൊരു മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് ഞാൻ അത് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അതുപോലെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഹെയർ ഓയിൽസ്, ആയുർവേദിക് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും നല്ല തന്നെയാണ്. ഹെയർ ആണെങ്കിലും ബിയർഡ് ഓയിലും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ ജനറ്റിക്സിൽ പാരമ്പര്യമായിട്ട് മുടിയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, അതുപോലെ തന്നെ കഷണ്ടി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഇനി ഒട്ടും ബിയർഡ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ഇത് ഒരിക്കലും യൂസ്ഫുൾ ആകണമെന്നില്ല. അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ടെർമറ്റോളജിസ്റ്റിനെ കാണുക. ടെർമറ്റോളജിസ്റ്റിനെ കണ്ട് അവർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്ത് എന്തുകൊണ്ടാണ് ബിയർഡ് വളരാത്തതിന്റെ കാരണം കൃത്യമായിട്ട് കണ്ടെത്തി ട്രീറ്റ്മെന്റ് ചെയ്യണം. ഇനി അഥവാ നിങ്ങൾ ടെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടാലും കൂടുതലായിട്ട് അവിടെ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ കൂടുതലായിട്ട് ഒന്നെങ്കിൽ വൈറ്റമിൻ ചെക്ക് ചെയ്യാൻ പറയും, കുറച്ച് നാൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കും, അല്ലെങ്കിൽ മിനോക്സൈഡിൽ പോലുള്ള മെഡിസിൻസ് യൂസ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും റിസൾട്ട് കിട്ടുമെന്ന് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം ഈ മിനോക്സൈഡിൽ എന്റെ അറിവിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എക്സ്പീരിയൻസ് കുറഞ്ഞ ഡോക്ടേഴ്സുമാർ ഒരുപാട് പേഷ്യൻസിന് മിനോക്സൈഡിൽ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞു മനസ്സിലാക്കി തരാം. കാരണം മിനോക്സൈഡിൽ എന്ന് പറഞ്ഞൊരു മെഡിസിൻസ് അത് ഒരിക്കലും ഹെയർ ഫാൾസിനോ അല്ല ബിയർഡിനോ ഒരിക്കലും റെക്കമെൻഡ് ഇല്ല. സയന്റിഫിക്കലി യാതൊരു പ്രൂഫും ഇല്ല. കാരണം പറയാനുള്ള കാരണം ഈ മിനോക്സൈഡ് എന്ന് പറഞ്ഞാൽ 1960-70 കാലഘട്ടത്തിൽ ഹൈ ഡിപ്രഷൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മെഡിസിൻസ് മാത്രമാണ്. ആ ഡിപ്രഷൻ പേഷ്യൻസിന് വേണ്ടി മാത്രമുള്ള. ഇന്ന് നമ്മളത് പല ചെറുപ്പക്കാരും ഇന്ന് യൂട്യൂബ് വീഡിയോസുകൾ കണ്ട് ഓൺലൈനിലൊക്കെ കണ്ടിട്ട് പലരും മിനോക്സൈഡ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരുപാട് പേര് അതായത് സൈഡ് എഫക്റ്റുകൾ വരികയും ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലരും ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മിനോക്സൈഡ് യൂസ് ചെയ്താൽ പെട്ടെന്ന് സൈഡ് എഫക്റ്റ് ഉണ്ടാകത്തില്ല. സാവകാശമായിരിക്കും നമ്മുടെ ബോഡിയിലേക്ക് അതിന്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. മിനോക്സൈഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മിനോക്സൈഡ് യൂസ് ചെയ്ത ഒരാളെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അത്യാവശ്യം തിക്നെസ്സോ കാര്യങ്ങളോ ഉള്ളോ ഒന്നും കാണത്തില്ല. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. കുറച്ചാൾ കഴിയുമ്പോൾ അതേ റിസൾട്ട് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഈ മിനോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കാർഡിയോളജി പ്രോബ്ലംസ് ആണ്. അതായത് ഹാർട്ട് ബീറ്റ് കൂടും, ഹാർട്ട് അറ്റാക്കിന് കാരണമാവും, സ്കിന്നിന് ഇൻഫെക്ഷൻസ് ഉണ്ടാവും, കൺപോലുള്ള പീലി, പിരിക ഇവയെല്ലാം നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വൈറ്റമിൻ ടാബ്ലറ്റ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോസ് കൃത്യമായിട്ട് ഡോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേ ഡോസ് തന്നെ നമ്മൾ കൃത്യമായിട്ട് കുറച്ച് നിർത്തിയില്ലെങ്കിൽ അത് ഭാവിയിലേക്ക് വീണ്ടും അതിന്റെ ഇരട്ടി പ്രോബ്ലംസും സൈഡ് എഫക്റ്റുകളും ഉണ്ടാക്കുകയും തന്നെ ചെയ്യും. ഇതെല്ലാം ഡോക്ടേഴ്സിനും അറിയാവുന്ന ഒരു കാര്യം, പലരും ഇത് തുറന്നു പറയുന്നില്ല എന്നുള്ളത്. അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ പല പ്രോഡക്റ്റുകളും പല ബ്രാൻഡഡ് ആയിട്ടുള്ള പല കമ്പനികളും പല യൂട്യൂബേഴ്സ് തന്നെ എടുത്ത് പറയും, സാറേ നിങ്ങൾ ദയവ് ചെയ്ത് ഈ മണി ബാഗ് ഒഴിവാക്കണം, മണി ബാഗ് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് മണി ബാഗ് ഒഴിവാക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ചെറുപ്പക്കാർ, സാധാരണക്കാർ പല മരുന്നുകൾ ഉപയോഗിച്ച് നിരാശപ്പെട്ട് അവർക്ക് മെഡിസിൻസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും റിസൾട്ട് കിട്ടാൻ വേണ്ടി, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വർഷങ്ങളായിട്ട് ഈ മണി ബാക്ക് പോളിസി തന്നെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. നമ്മളെ കോപ്പി അടിച്ചുകൊണ്ട് പലരും ഇപ്പൊ എന്നെ വിളിച്ച് ഒരുപാട് ക്ലയൻസ്, എന്റെ കസ്റ്റമേഴ്സ് ഒരുപാട് എന്നെ വിളിച്ചു, സാറേ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ പോലെ തന്നെ മണി ബാക്കുമായിട്ട് പല പ്രോഡക്റ്റുകൾ അവർ ആഡ് ഇടുന്നുണ്ട്. ഞാനത് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. കാരണം നമ്മളെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിലെ ഫസ്റ്റ് മണി ബാഗ് പ്രോഡക്റ്റ് ആണ് കേശാമൃതമല്ലോ. അത് ഞാൻ ഒന്നും കൂടെ പറയേണ്ട കാര്യമില്ല. ഇന്ന് FRH ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത ആളുകൾ, ബിയർഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത ആളുകൾ കൂടുതലും നമ്മുടെ അടുക്ക വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് റിസൾട്ട് വാങ്ങിക്കുന്നവരാണ്. എന്തിന് കീമോ കഴിഞ്ഞവർ വരെ റിസൾട്ട് വാങ്ങിക്കുന്നവരുണ്ട്. ഏറ്റവും കുറഞ്ഞ 3 മാസം മതി, മാക്സിമം പോയ 6 മാസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടുന്നില്ല, റീഫണ്ട് ചെയ്തു കൊടുക്കും. ഇതുപോലെ ഉറപ്പോടെ കൊടുക്കാൻ ഇന്നും മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റിനും അതിനുള്ള ധൈര്യമില്ല. എന്തുകൊണ്ടില്ല? മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ പ്രോഡക്റ്റും അത്രത്തോളം നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് അവർ മണി ബാക്ക് കൊടുക്കുന്നില്ല? അതിന്റെ സത്യാവസ്ഥ കൊണ്ട് നിങ്ങൾ ചോദിച്ചു മടങ്ങണം. ഒരു കൺസ്യൂമർ നിയമപ്രകാരം നിങ്ങൾക്ക് ചോദിക്കാനുള്ള റൈറ്റ്സും അവകാശവും ഉണ്ട്. ഇവിടെ എല്ലാവരും നോക്കുന്നതെന്ന് പറഞ്ഞാൽ ബിസിനസ് ആണ്. ബിസിനസ് മാർക്കറ്റ്, ഒരാളെ കൊണ്ട് എങ്ങനെയെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെയില്ല. ആരെയും നിർബന്ധിച്ച് പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കേണ്ട താല്പര്യവും ഇല്ല. റിസൾട്ട് ആഗ്രഹിക്കുന്നുള്ളതാണ്. പൈസ ലാഭം നോക്കിയിട്ട് ഒരു കസ്റ്റമറും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കേശാമൃതത്തിന്റെ വെബ്സൈറ്റ് വഴി വരാം, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പ്രോബ്ലംസ് ഉള്ള ഭാഗത്തെ ഫോട്ടോയും അഡ്രസ്സും വാട്സപ്പിലേക്ക് അയച്ചു തരിക. അതിനുശേഷം ആദ്യം 5000 രൂപ അടച്ച് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്ന് നമ്മൾ നോക്കിയതിന് ശേഷമായിരിക്കും ടോട്ടൽ റേറ്റ് പറയുന്നത്. ഒരിക്കലും ടോട്ടൽ റേറ്റ് നമുക്ക് എടുത്ത് ചാടി മെഡിക്കൽ വൈസ് പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നിങ്ങളുടെ പ്രോബ്ലംസ് അല്ല മറ്റൊരാളെ സംബന്ധിച്ച്. പലർക്കും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നിങ്ങളുടെ ഹോർമോൺ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റ് റിപ്പോർട്ട് നോക്കിയിട്ടായിരിക്കും നമ്മൾ റേറ്റ് കസ്റ്റമൈസ് ചെയ്ത് പറഞ്ഞു തരുന്നത്.
ഓക്കെ, അപ്പം ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, സാറേ ഈ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ബിയേർഡ് വളരുമോ, ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസുകൾ കണ്ടാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഷേവിംഗ് ഇത് ഫസ്റ്റ് ഓപ്ഷൻ ഒരു സൈഡിൽ കുറിച്ചും പ്രൂഫ് ചെയ്തിട്ടില്ല. ഇതൊക്കെ വിട്ടുള്ള ഫേക്ക് വീഡിയോസുകൾ. ഇങ്ങനെയുള്ള വീഡിയോസുകൾ കണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ചതിക്കുഴിയിലൊന്നും പിച്ചാടരുത്. കേശാമൃതുവിൽ ഇന്നും ഇന്നലെ വന്ന സ്ഥാപനമല്ല, 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ത്യയിലെ ഫസ്റ്റ് മണി ബാഗ് പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ പഴയ വീഡിയോയുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം. ഒരിക്കലും ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈക്കിനോ ഷെയർ, നമ്മൾ യൂട്യൂബറോ കാര്യങ്ങളോ ഒന്നുമല്ല. കുറെ കാര്യങ്ങൾ എന്താണെന്ന് ഇന്നും നമ്മുടെ ആളുകൾക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഒരുപാട് പേർ റിക്വസ്റ്റ് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യാനുള്ള മെയിൻ കാര്യം. താങ്ക് യു സോ മച്ച്.